നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ NGT, ഹൈക്കോടതി ഇടപെടലുകൾ, ബ്രഹ്മപുരം വിഷയം ഉൾപ്പെടെ എന്നിവയുടെ നിയമ പോരാട്ടത്തിൽ ഒരു എക്സ്പേർട്ട് വിറ്റ്നസ്സായി താങ്കൾ പങ്കെടുത്തു. ആ അനുഭവം എന്താണ്? ഇൻഡസ്ട്രിയുടെ വക്കീലന്മാർ താങ്കളുടെ സാങ്കേതിക തെളിവുകളെ എങ്ങനെയാണ് നേരിട്ടത്? ഞാൻ ഏലൂർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പേപ്പർ മില്ല്, അതിൻ്റെ പൊല്യൂഷൻ കാരണം അത് അടച്ചുപൂട്ടാനായി നോട്ടീസ് കൊടുത്തു. അത് ഹൈക്കോടതിയിൽ നിന്ന് ആദ്യം സ്റ്റേ കിട്ടി. അതിനുശേഷം ഈ കമ്പനിയുടെ യഥാർത്ഥ ഇത് സബ്മിറ്റ് ചെയ്യാൻ ഉത്തരവാദപ്പെട്ട അവിടുത്തെ എൻവയോൺമെൻറ്റിന് എൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അത് ഫലപ്രദമായിട്ട് കൗണ്ടർ ചെയ്യാൻ ആർക്കും കഴിയില്ലായിരുന്നു. കാര്യം വിത്ത് എവിഡൻസ് ആയിരുന്നു. ഓക്കെ. അത് PHU, BOD, സസ്പെൻഡഡ് സോൾട്ട് ഇതൊക്കെ എക്സീഡ് ചെയ്യുന്ന ഇതായിരുന്നു. അതുമല്ല അതിൻ്റെ ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിരുന്നു വാട്ടർ. ഓക്കെ. കുറേ ലക്ഷങ്ങളാണ് ഒരു ദിവസം ഒഴുക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് വലിയ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതാണ്. അതിൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 1 ടൺ അവരുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ 50,000 ലിറ്റർ ഫ്ലുവൻ്റാണ്. ഒരു ടണ്ണിന്. ശരി. അവരുടെ പ്രൊഡക്ഷൻ 180 ടണ്ണാണ്. പലപ്പോഴും 50%. ഓക്കെ. 50% ആണെങ്കിൽ 90 ടൺ, 45 ലക്ഷം ലിറ്റർ ഫ്ലുവൻ്റ് ഉണ്ടാകും. വലിയ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ അതിൻ്റെ ഡിസ്ചാർജ് അവരുടെ ഇത് ക്വാണ്ടിറ്റി തന്നെ അവരുടെ കൺസെൻറ്റിൽ വളരെ കുറച്ചായിരുന്നു കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെന്നതിന് ശേഷമാണ് കറക്റ്റുള്ള കാര്യം. ഇതിനെല്ലാം നോംസ് ഉണ്ട്, എത്ര ഉണ്ടാവുമെന്നുള്ളത്. അത് വെച്ച് അത് മാറ്റിയതിന് ശേഷമാണത് അവർക്ക്. അപ്പോഴാ ഒരു ഇതിൽ അവർ ഈ സാമ്പിൾ എടുക്കുന്നത് ഒരു എക്സിറ്റിലാണോ എടുക്കുന്നത്, നമ്മൾ എൻട്രി പോയിന്റിലാണോ എടുക്കുന്നത്? നമ്മൾ സാമ്പിൾ എല്ലാ ഇൻഡസ്ട്രിക്കിനും ഒരു സാമ്പിളിങ് പോയിന്റ് തന്നെ വെക്കണം. ഒരു ഡിസ്ചാർജ് അത് അപ്രൂവ്ഡുമാണ്. ഓക്കെ. ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഔട്ട്ലെറ്റ് അത് ഒരു ഇൻഡസ്ട്രിക്ക് ഒരെണ്ണേ കാണാവുന്നതാണ്, ഒരേ ടൈപ്പ് ഇതാണ്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഔട്ട്ലെറ്റിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ഇതാണ്. പക്ഷേ അത് ഇതെല്ലാം താണ്ടോക്ക് പിന്നെ ബോർഡ് അപ്രൂവ് ചെയ്തതും നല്ല വിസിബിളും ആയിരിക്കും. ഓക്കെ. പിന്നെ ഈ വെച്ചിരിക്കുന്ന ഓതറൈസ്ഡ് ഔട്ട്ലെറ്റ്, അതല്ലാതെ വേറെ അൺഓതറൈസ്ഡ് ഔട്ട്ലെറ്റ് കാണാനേ പാടില്ല. ഓക്കെ. ഇവിടെ ഈ പെരിയാറിൻ്റെ കേസിൽ ഈ അതിൻ്റെ അടിയിൽ കൂടെ ഔട്ട്ലെറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടോ എന്നുള്ളത് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവെന്തെന്ന് ചോദിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് കണ്ടോക്ക് ഇങ്ങനെയൊരു സംശയം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയാണ്. എപ്പോഴും ഇതാണ് ഒരു സംശയം. ഏതൊരു ഉദ്യോഗസ്ഥനും നല്ല ഉദ്യോഗസ്ഥനാണ് ഉണ്ടാവും. പോലീസും സംശയത്തിൻ്റെ പേരിലല്ലേ ആളുകളെ ഇങ്ങനെ വാച്ച് ചെയ്യുക എല്ലാം ചെയ്തിട്ട് എന്നിട്ട് കൂടുതൽ എവിഡൻസും തെളിച്ച് നിരപരാധിയെ പിടിക്കാൻ പാടില്ല. അതേപോലെ ഈ കേസിൽ അങ്ങനെ ഒരെണ്ണം അത്യാവശ്യമാണ്. കാര്യം ഈ അൺഓതറൈസ്ഡ് ഔട്ട്ലെറ്റ് ഉണ്ടോ? കാര്യം പെരിയാർ റിവർ അവിടെ ചെന്നാലേ അറിയാവും, നല്ല ഒരു ഫ്ലോയാണ് അവിടെ. ലൈഫ് ലൈൻ ഓഫ് കേരള എന്ന് പറയുന്നത് വളരെ കറക്റ്റാണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8th ഓർഡർ റിവറാണ്. റിവറിനെ പല ഓർഡറായിട്ടും അത് നമ്മുടെ ആരും പറഞ്ഞിട്ടില്ല. മൊത്തം 10 ഓർഡറാണ് കണ്ടുള്ള. അതിൽ ഈ കൊച്ചു റിവർ ഓഹിയോ റിവറിൻ്റെ വലിയ ഒരുപാട് കിലോമീറ്റർ ഉള്ള അത്രയും ഉള്ള ഒരു ഇതാണ്. ഇത് 252 അത്രയും കിലോമീറ്ററേ ഉള്ളെങ്കിലും ഈ ട്രിബ്യൂട്ടറീസ് പലതുണ്ട്. ട്രിബ്യൂട്ടറീസിൻ്റെ ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 15,000 കിലോമീറ്റർ വരുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കൊച്ചു ഇത് വന്ന് ഒരു അരുവി കണക്ക് ഇതിനകത്ത് വന്നു ചേർന്ന്. അതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗുണം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ റിവറിലേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അടിത്തട്ടി കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെ. ഒരിക്കലാണെങ്കിൽ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിക്കാരവിടെ ഇത് ദർശനം നടത്തി അതിൻ്റെ ഫർദർ സ്റ്റഡി നടത്തിയില്ല. കാര്യം എന്തെങ്കിലും ഭൂമിക്ക് അടിയിലുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് അവർക്കാണ്, നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. അപ്പോൾ അതിൻ്റെ ഫർദർ സ്റ്റഡി നടത്തിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ പൊല്യൂഷൻ ഉണ്ടായതായിട്ട് താങ്കൾ കണ്ടുപിടിക്കുന്നു, അവർക്ക് സ്റ്റോപ്പ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയാണോ? അതിന് ക്ലോഷർ കൊടുക്കുന്നു. അവർ സ്റ്റേ ആദ്യം അവർക്ക് കിട്ടി. ഒരു മെയിൽ ഇത് ഇഷ്യൂ ചെയ്യുന്നു. 1 മാസത്തിനകം അതിൻ്റെ ഇത് വെക്കേറ്റായി അവർ ക്ലോസ്ഡ് ആയിപ്പോയി. കാര്യം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ NGTയിൽ പോയത് എപ്പോഴായിരുന്നു? NGTയിൽ ഹൈക്കോടതിയിലാണ് പോയത്. ഹൈക്കോടതി ആദ്യം സ്റ്റേ കൊടുത്തു. അവിടെ ആർഗ്യുമെൻ്റ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് NGTയിൽ പോകേണ്ടുന്ന കേസാണ്. NGTയിലേക്ക് പോകാൻ അവർക്ക് തന്നെ അവർ പോയില്ല. അത് ശരി. അവരവിടെ അടച്ചു പൂട്ടുകയത്.
പക്ഷേ ഇതിൻ്റെ ഹിയറിങ്ങിലെല്ലാം താങ്കൾ പങ്കെടുക്കുകയുണ്ടായി. വിറ്റ്നസ് ആയിരുന്നു. അതിൻ്റെ ഈ എൻ്റെ റിപ്പോർട്ടും എല്ലാം കിട്ടിയതിന് ശേഷം ആർഗ്യുമെൻ്റ് നടന്നപ്പോഴത്തേക്ക് നേരിട്ട് കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരിട്ട് പോയി പ്രസൻറ്റ് ചെയ്തു. അത് കൺവിൻസ്ഡ് ആയി. ഓക്കെ. ഹൈക്കോടതിയുടെ ഓർഡർ നമ്മുടെ സസ്പെൻഷനെ സാധൂകരിക്കുന്നതായിരുന്നു. അതെ. ഓക്കെ. ഒരു രാഷ്ട്രീയ നേതാവ് നേരിട്ട് വിളിച്ച് ഒരു ഫേവർ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ആവശ്യപ്പെട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഈ നേരിട്ട് ഇത് വന്നിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിരുന്ന് ഈ ആദ്യകാലങ്ങളിൽ തന്നെ അവർക്കും ഇത് മനസ്സിലായി. എന്നാൽ അതുകൊണ്ട് ഈ ചെറിയ നേതാക്കളൊക്കെ ഇങ്ങനെ വന്ന് എങ്ങനെയായിരിക്കും ആറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ നോക്കിയിട്ടേ ഉള്ളു. വലിയ നേതാക്കന്മാർ കാര്യം അതും ഒരു വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ശരിക്കും നല്ല ശക്തമായ നടപടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ഷമ വേണം. പിന്നെ വേറെ ഏതെങ്കിലും നണ്ടൊക്കെ ആളുകളെടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന് തൽക്കാലത്തേക്ക് നമ്മളെ പ്രകോപിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ പ്രകോപനമായിരുന്നു. കാര്യം പിന്നെ അതൊക്കെ ആയിരിക്കും വളരെ ന്യൂസുമായിട്ടുമൊക്കെ പോകുന്നത്. ഒരു യങ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിന് ഈ ഉപദേശം വളരെ അത്യാവശ്യമാണ്. അത് എനിക്ക് എൻ്റെ ഈ സർവീസിൽ ഈ ഉപദ്രവിച്ചവരും എല്ലാവരും കൂടെ എനിക്ക് തന്ന ഒരു മഹത്തായ ഒരു പാഠമെന്ന് ഞാൻ പറയും. കാര്യം എനിക്കത് അത്ര അധികം ഇല്ലാത്തതായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമയോടെ ചെയ്തില്ലെങ്കിൽ വളരെ വലിയ പ്രശ്നം. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കമ്പനിക്ക് ഈ നോട്ടീസ് കൊടുക്കുന്നത് തന്നെ ഈ ഓഫീസിലെ പ്രൊസീജിയർ വെച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നിന്ന് ഡ്രാഫ്റ്റ് എഴുതിച്ച് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് അപ്രൂവ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് എടുത്തേക്കും. അപ്പോഴത്തേക്ക് കുറേ സമയമെടുക്കും, കുറേ ആളുകളിലേക്ക് പോയി ചെയ്യും. അതുകൊണ്ട് ഈ സാധനം ഞാൻ തന്നെ അടിച്ച് എൻ്റെ പോക്കറ്റിൽ തന്നെ വെച്ചിരുന്ന് അപ്പം കൊടുക്കാനുള്ള ആൾക്കാരെല്ലാം ഏർപ്പാടാക്കി. അത് ഒരാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ അയാൾ ഫോൺ ചെയ്ത് പറയാം. കാര്യം ഇതൊക്കെ വലിയ ഇൻഡസ്ട്രികളിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ വിവരം അവർക്ക് കിട്ടിയാൽ തന്നെ അവർ നന്നായിട്ടത് അതിൻ്റെ ഇത് കൊടുക്കും ചെയ്യാനുള്ളത്. അപ്പം 1-2 കൂടുതൽ ആളുകളെല്ലാം ഏർപ്പാട് ചെയ്തിട്ട് താണ്ട് ഇതവിടെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ആ സമയത്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒപ്പിട്ട് കൊടുക്കുക ആണ് ചെയ്തത്. അപ്പം ചിലതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഒരു വിസിൽ ബ്ലോവർ ആകേണ്ടി വന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതെ. കാര്യം നമ്മൾ ഈ ഇവിടെ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, എന്നാലേ ഇവിടെ ശരിയാവൂ. അങ്ങനെയുള്ള ഈ റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോഴത്തേക്ക് അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അതിങ്ങനെ ഇതിപ്പോൾ എടുക്കണ്ട, അല്ലെങ്കിൽ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, ഇങ്ങനെ പറഞ്ഞൊക്കെ മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളിത് കുറേ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നതായിരിക്കും. ഒരുപാട് പഠിച്ച് ഇൻസ്പെക്ഷനൊക്കെ നടത്തിയിട്ട് വരുന്നത്. അത് എൻ്റെ ഈ കേസിൽ മാത്രമല്ല, അത് നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഒരു ഭാഗമാണ് സീനിയേഴ്സിൻ്റെ. അപ്പോൾ അതിന് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഗതി നമ്മൾ എന്താണെന്ന് പറയുന്നത് ഇതിന് ചോർത്തലെന്ന് പറയാൻ നോക്കത്തില്ല. കാര്യം ആരെങ്കിലും കൊണ്ട് ഇത് ഇപ്പോഴത്തെ വിവരാവകാശ കാര്യം ഇത് ഒളിച്ചു വയ്ക്കേണ്ടതേ അല്ല. ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ അത് പബ്ലിക്കായിട്ട് വോളണ്ടറി ഇത് ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ആരും വിവരാവകാശം ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാര്യം വിവരാവകാശം ആദ്യം നമുക്കൊരു 100 വർഷം കൊണ്ട് സീഡത്തിനെ കണ്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 11 മണിക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ഈ തപാലുകളെല്ലാം പബ്ലിക്കിന് ആദ്യമേ കാണാനുള്ള സംവിധാനമുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് കാര്യം. നമ്മൾ പബ്ലിക് സർവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു മിക്കവാറും ഉള്ളതെല്ലാം നമ്മളെ ആ പബ്ലിക് സർവൻറ്റിൻ്റെ ജീവനെ എന്തെങ്കിലും അയാളെ ബാധിക്കാത്തതൊഴികെയുള്ള ബാക്കിയെല്ലാം പബ്ലിക് ആവേണ്ടുന്നതാണ്. കറക്റ്റ്. ഈ പബ്ലിക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയുടെ കാര്യമൊക്കെ ആവേണ്ടതാണ്. ഇതെല്ലാം ഇപ്പം ഈ നമ്മൾ ഓൺലൈൻ മോണിറ്ററിംഗ് ഒക്കെ വയ്ക്കുന്ന കണക്ക് എന്ത് കാര്യം പബ്ലിക് ആവേണ്ടതാണ്. പബ്ലിക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓഫീസേഴ്സിനും ഭരണാധികാരികൾക്ക് എളുപ്പമാണെന്ന് കരുതണം. ഓക്കെ. താങ്കളുടെ അനുഭവങ്ങളിൽ നിന്നും ഏറ്റവും 100% പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും എൻവയോൺമെൻ്റൽ ആക്ട് നടപ്പാക്കുകയും ചെയ്യുന്ന ഫാക്ടറികളുണ്ട് കേരളത്തിൽ? ഉണ്ട്. കാര്യം ചിലർ ഈ എന്ത് നിർദ്ദേശം കിട്ടിയാലും അവർ നടപ്പാക്കിയിട്ട് അത് അറിയിക്കുകയും ചെയ്യും. ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രേ ആയുള്ളൂ, ബാക്കി ഇത്രയും സമയം കൊടുക്കണം, അങ്ങനെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഓക്കെ. ഓക്കെ. ഒരു ഇൻഡസ്ട്രിയുടെ പേര് പറയുമോ അങ്ങനെയുള്ളത്?
ഏതെങ്കിലും നല്ല കറക്റ്റായിട്ട് BPCL കൊച്ചി റിഫൈനറി അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ഞാൻ നേരിട്ട് അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഹെഡ് ഓഫീസിൽ ഇരുന്നപ്പോൾ അവരുടെ റിപ്ലൈ ചെയ്ത കണക്ക് അവർ, അല്ലെങ്കിൽ അവർ അതിൻ്റെ ആൾ വന്ന് ഫോൺ ചെയ്തൊക്കെ അത് അതെ ചെയ്യുന്നുണ്ട്. പല ഇൻഡസ്ട്രീസിനുണ്ടൊക്കെ നമ്മൾ വൺസ് ഇൻ 3 months, വൺസ് ഇൻ 6 months, വൺസ് ഇൻ 1 month വരെ ഈ അവരുടെ തന്നെ എഫ്ലുവൻ്റ് അല്ലെങ്കിൽ എയർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് അവർ തന്നെ അപ്രൂവ്ഡിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഉണ്ടെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ബോർഡിലേക്ക് തരണമെന്നുള്ളതുണ്ട്. അത് കണ്ടീഷനാണത്. അത് തരാറുമുണ്ട് മിക്കവാറും. 2021 മെയ് 30 താങ്കൾ റിട്ടയർ ചെയ്തത്. അവസാന ദിവസം ഇത്രയധികം പോരാട്ടങ്ങളൊക്കെ നടത്തി സർവീസിനോട് വിട പറയുമ്പോൾ ഉള്ളിൽ തോന്നിയ വികാരം എന്തായിരുന്നു? ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു നിമിഷം. വളരെ സന്തോഷമെന്നല്ല, അതിനെന്താണ് ഒരു ധന്യമുഹൂർത്തം, ധന്യത എന്ന് പറയുന്നത്. മറ്റേ ആശാൻ നളിനി പറയും, ഇത്ര ധന്യത തെളിഞ്ഞു കാണുന്നതിൽ അത്ര ന്യൂനമൊരു സാർവഭൗമനിൽ ഒരു ചിത്തമാം വലിയ വൈരി കീഴമർന്ന അത്തൽ തീർന്ന യമി തന്നെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ കണക്ക് ഒരു ധന്യമുഹൂർത്തമായിട്ടാണ്. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ആളല്ല. എനിക്ക് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ പരിസ്ഥിതിക്ക് വേണ്ടിയും അതിൻ്റെ അത് സംരക്ഷിച്ചില്ലെങ്കിൽ അതിൻ്റെ ബലിയാടുകളാവുന്നവർക്കും ഒപ്പം നിന്നു എന്നുള്ളത്, അത് നിയമത്തിനകത്ത് നിന്നും നല്ല രീതിയിൽ നിന്നു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. കറക്റ്റ്. കേരളത്തിലൊരു ഫാക്ടറി ക്ലോസ് ചെയ്യിക്കുക, അതൊരു ആൻറ്റി ഡെവലപ്മെൻ്റായിട്ട് താങ്കൾ കാണുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ എടുക്കാൻ കാര്യം, അതും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അതിനല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റീവ് മെഷറിൻ്റെ ഭാഗമാണ്. ഓക്കെ. അത് നമ്മളൊരു ഒരു ഇൻസ്പെക്ഷൻ നടത്തി സാധാ ലെറ്റർ കൊടുക്കും, രജിസ്റ്റേർഡ് നോട്ടീസ് കൊടുക്കും, ഷോക്കോസ് നോട്ടീസ് കൊടുക്കും, ക്ലോഷർ ഇൻറ്റൻഷൻ നോട്ടീസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത്രയും ആയിട്ടും അവൻ കറക്റ്റ് ആവാതെ വരുമ്പോഴാണ് അതും കണ്ടീഷണലായിട്ടാണ് ഇന്ന ഇത് കൊണ്ട് അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ റെസ്യൂം ചെയ്യും. കറക്റ്റ്. അല്ലാതെ ഒരു കറക്റ്റീവ് മെഷറായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് അവർക്ക് കുറേ ഇൻഡസ്ട്രിയുടെ ടൈപ്പ് അനുസരിച്ച് കുറേ ദോഷം ഉണ്ടാവുമെങ്കിലും അതിനാണ് ആദ്യമേയൊക്കെ മറ്റേ ഇതല്ല ചാടിക്കയറിയല്ല ചെയ്യുന്നത്. 2018 കേരളത്തിലെ വെള്ളപ്പൊക്കം താങ്കൾക്കറിയാം, വളരെ വലിയൊരു വെള്ളപ്പൊക്കമായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അത് ഈ ക്ലൈമറ്റ് ചേഞ്ചും ഡീഫോറസ്റ്റേഷനും ഒക്കെ അതിന് കാരണമായിരിക്കാമെങ്കിലും എന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ടാകുന്നതല്ല, അതിൻ്റെ മാനേജ് ചെയ്തതിൽ ഹ്യൂമൻ ഫെയിലിയർ എന്നേ പറയാം. കാര്യം ഇതൊന്നും ഒറ്റയടിക്കല്ല. കാര്യം നമുക്കിതെല്ലാം സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഓരോ റിസർവോയർ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കപ്പാസിറ്റി എത്രയാണെന്നുള്ള അറിയാം. അപ്പം മഴയുടെ അറിയാം, ഇതെല്ലാം അറിയാം. അപ്പോഴത്തേക്ക് അത് മാനേജ് ചെയ്തതിലുള്ള പ്രശ്നമാണ്, ഹ്യൂമൻ ഫെയിലിയറാണ് അത് ഏറ്റവും കൂടുതൽ വന്നത്. റൂട്ട് കോസ് ഓഫ് ദി മോസ്റ്റ് അർജൻറ്റ് പോളിസി വേണ്ടത് എവിടെയാണ്? കാര്യം ഈ ക്ലൈമറ്റ് ചേഞ്ചിന് നമുക്ക് ഇന്നോ നാളെ അങ്ങ് ചെയ്യാവുന്നതല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CO2 എമിഷനെല്ലാം കൂടി ഇങ്ങനെ ഉളവലാമികളാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പന്ത് അടിച്ചു കഴിഞ്ഞാൽ അത് കുറേ മൂവ് ചെയ്താലേ നിൽക്കും. കറക്റ്റ്. അതാണക്ക് ഇപ്പം നമ്മൾ നടപടി സ്വീകരിക്കുന്നത് കുറേ നാൾ കഴിഞ്ഞുള്ളതിനാണ്. ആൾറെഡി സംഭവിച്ചതിന് ടെമ്പറേച്ചർ കൂടുമെങ്കിൽ അത് കൂടും. അപ്പോൾ അതിന് നമ്മളെന്താണ് ചെയ്യേണ്ടത്? അത് മാറ്റാൻ നോക്കില്ല, ഇനിയുള്ളത് നമുക്കുള്ളൂ. അപ്പം അതിനെ അഡാപ്റ്റ് ചെയ്യുക. ഈ വർദ്ധിച്ചു വരുന്ന ഇതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യും. അത് ആരെയൊക്കെ ബാധിക്കും, അപ്പോൾ എന്തെല്ലാം ചെയ്യണം. നമ്മളിപ്പോൾ 35 ഡിഗ്രി സെൻറ്റിഗ്രേഡിലൊക്കെ നമ്മൾ കഴിയാനുണ്ടെങ്കിൽ ഒരു 2 വർഷം കഴിയുക അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പം 36 ഇപ്പോഴത്തേലേക്കാണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന അന്നത്തെ ഇന്നിപ്പോൾ ഈ 35 സഹിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വയസ്സും കൂടും. അപ്പം നമ്മുടെ സഹിക്കാനുള്ള കഴിവ് കുറയുകയും ചെയ്യും, ഇത്തിരിയുടെ കൂടുകയും ചെയ്യും. അതിനെന്ത് ചെയ്യുക എന്നുള്ളത് നടപ്പാക്കേണ്ടിയിരിക്കുന്നു. കേരള സിറ്റീസ് ഫേസസ് എ സൈലൻറ്റ് എൻവയോൺമെൻറ്റൽ ക്രൈസിസ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഇതിലെ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് എന്താണ്? മോസ്റ്റ് ഡേഞ്ചറസ് ബയോമെഡിക്കൽ വേസ്റ്റാണ്. കാര്യം അത് തന്നെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം തന്നെ വരാൻ സുപ്രീം കോടതിയാണ് പറഞ്ഞത്. കാര്യം ഈ നമ്മളെല്ലാം പേടിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴും പേടിക്കുന്നതാണ് ഈ
ഈ ഹെറിഡിറ്ററി ഡിസീസ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒടുവിൽ ഇതല്ലാതെ ഇൻഫെക്ഷൻ, ഈ സംഗതി മാനേജ് ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും. കാര്യം ഈ വേസ്റ്റിൽ നിന്ന് തന്നെ വേറെ ഇൻസ്റ്റൻഷൻ. അതുകൊണ്ടാണ് അത് വളരെ ഡേഞ്ചറസ് ആയിരിക്കുന്നത്. എന്ന് വെച്ച് മറ്റതൊന്നും ഡേഞ്ചറസ് അല്ല എന്നുള്ളതല്ല. കാര്യം ഇത് നമ്മളെല്ലാവരും ഈ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ എപ്പോഴെങ്കിലും പോകേണ്ടി വരുന്നത് വരും, അല്ലെങ്കിൽ ആ രോഗികളായിട്ടോ അല്ലെങ്കിൽ രോഗികളുടെ കൂടെ പോകേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മളെല്ലാവരെയും ഏത് സമയം ബാധിക്കാവുന്ന ഒരു ഇതാണ്. എന്ന് വിചാരിച്ച് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെതുണ്ട്, പിന്നെ ഏറ്റവും ആദ്യത്തെ ഈ നമ്മൾ തന്നെ വളരെ വെള്ളത്തിന് നമുക്കൊരു വിലയില്ല, അതുകൊണ്ടൊക്കെയാണ് വാട്ടർ ബോഡിയിലേക്ക് എന്ത് ഇടുക. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ആണ്ടോക്ക് ഈ വീട്ടിൽ നിന്നുള്ള അഴുക്ക് വെള്ളം അപ്പുറത്ത് കാണുന്ന ഈ ഇതിലേക്ക് ഇടുക. അത് മഴവെള്ളം പോകാനുള്ളതാണെന്ന് അവരറിയുന്നില്ല, ഇതിനകത്ത് എന്തും വിടാനുള്ളതാണ്. ദ സിംഗിൾ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു ദ പ്ലാനറ്റ്, അത് നമ്മുടെ ഓവർഷൂട്ടെന്ന് പറയാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 7.5 ബില്യൺ എന്ന് പറഞ്ഞാൽ 750 കോടി ജനങ്ങളുണ്ട്. അവരുടെ ഈ നെസസിറ്റിയെക്കാട്ടിയും വലുതായിട്ടാണ് ഡിമാൻഡ് ചെയ്യുന്നത്, ലിമിറ്റഡ്. അപ്പം നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ കണക്ക് എല്ലാവർക്കും അവരുടെ ആവശ്യത്തിന് വേണ്ടുന്ന ഇവിടെ ഉണ്ട്, ദൂരത്തിന് വേണ്ടിയുള്ള അതാണ് ഇല്ലാത്തത്, നമുക്കുള്ള ആവശ്യത്തിന്. അപ്പം ആ ആവശ്യത്തിന് നമ്മുടെ അത്യാഗ്രഹത്തിനുള്ളത് ഓവർഷൂട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 23 വർഷത്തെ ഗവൺമെൻറ് സർവീസിൽ എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ? ഇല്ല. കാര്യം ഒരുപാട് ഈ പരാജയങ്ങൾ അതൊക്കെ വന്നെങ്കിലും ഒട്ടും റിഗ്രറ്റ് ഇല്ല. വളരെ സന്തോഷമായിട്ടാണ്. അതുകൊണ്ടല്ല ഇത് യങ് എൻവയൺമെൻറ്റൽ എഞ്ചിനീയേഴ്സിന് ഉപദേശം എന്താണ്? അവർക്ക് പറയാനുള്ള ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാൻ മെമ്പർ സെക്രട്ടറിമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് പണ്ട് ഇങ്ങനെ കിട്ടുന്നവരെ ഇങ്ങനെ രാഷ്ട്രീയം. അതിന് ആദ്യം 2016 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇതിന് ഒരു ഓപ്പണായിട്ട് ഇഷ്ടംപോലെ പ്ലെൻറ്റി ഓഫ് റിസോഴ്സസ് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ ഇവിടെ ഉണ്ട്, അവരെല്ലാം ഓപ്പണായിട്ട് വിളിക്കണം. കാര്യം ഇത്ര വർഷമുള്ളത് അത് സുപ്രീം കോടതി അവസാനം അംഗീകരിച്ചു. അപ്പോൾ സുപ്രീം കോടതി അത് അംഗീകരിച്ചപ്പോൾ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, ഈ മിയർ ക്വാളിഫിക്കേഷൻ മാത്രമല്ല നോക്കേണ്ടുന്നത്. കാര്യം അങ്ങനെ വയ്ക്കുന്ന ആളുകളുടെ മിയർ പ്രസൻസ് ഷാൾ ഗിവ് എ വാല്യൂ ആൻഡ് ഡസ്റ്റർ ടു ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. കാര്യം അവരുടെ ഒരു സാന്നിധ്യം തന്നെ ഈ ബോർഡിനൊരു വാല്യൂവും ഡസ്റ്ററും കൊടുക്കണം. ഓക്കെ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ എന്തൊക്കെ ആയാലും ഇല്ലെങ്കിലും ഈ ആളുകൾ നമ്മുടെ ഇത് ഒരു ഉറപ്പോടുകൂടി നമ്മളെപ്പോഴും ഈ സ്ഥാപനത്തിനൊരു വാല്യൂ ആൻഡ് ഡസ്റ്റർ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിനും ഈ പരിസ്ഥിതിക്കും വളരെ നല്ലതായിരിക്കും. അതിന് നമ്മൾ ബോൾഡായിട്ടുള്ളൊരു, അതേപോലെ തന്നെ ഈ അറിവിനിപ്പം വലിയ പാടൊന്നുമില്ല. നമ്മൾ എന്തായാലും ശരി അറിവിൽ തന്നെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. കാര്യം അത് പല വിധത്തിലുള്ളതാണ്. ഇതിനകത്തുള്ള ലോ അറിഞ്ഞിരിക്കണം, ടെക്നോളജി അറിഞ്ഞിരിക്കണം. കാര്യം ഈ ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ വന്നപ്പോൾ ഈ ഇതിന് കുറേ പ്രിൻസിപ്പിളുള്ളതാണ്. കാര്യം നമ്മൾ ആദ്യം ചെയ്യുന്ന പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രീക്കോഷണറി പ്രിൻസിപ്പിൾ, അതാണ് ഈ സംവിധാനം എടുക്കണമെന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഥവാ ഇനി പല കണക്ക് ചെയ്തില്ലെങ്കിൽ പൊള്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ, അവർ കോമ്പൻസേറ്റ് ചെയ്യണം അതിൻ്റെ. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, വെറും ഡെവലപ്മെൻ്റ് അല്ല, സുസ്ഥിര വികസനം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറെണ്ണമുണ്ട് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി. ഇതെല്ലാം നമ്മൾക്കുള്ള മാത്രമല്ല, നമ്മൾ ഇതിനെക്കാട്ടി മെച്ചപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടതാണ്. ഈ പ്രിൻസിപ്പിളുകളെല്ലാം എപ്പോഴും ഓർമ്മയിലിരിക്കണം. തികച്ചും സുസ്ഥിരമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കട്ടെ. എൻവയോൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇതിൽ താങ്കളുടെയുമായിട്ടുള്ള ഈ അഭിമുഖ സംഭാഷണത്തിൽ നിന്ന് കുറേ നല്ല പോയിൻ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ ഫ്ലെയിമിംഗ് മൈക്രോഫോൺ. Thank you very much.